അധ്യക്ഷനും CMN ട്രസ്റ്റിൻ്റെ സർവസ്വമായ എൻ്റെ കുടുംബ സുഹൃത്തും സഹോദരനും എല്ലാമായ ശ്രീ പമ്പാവാസൻ നായർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, ശ്രീ PP സുനീർ MP, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA ശ്രീ മാമിക്കുട്ടി, പ്രമുഖ സിനിമ നിർമ്മാതാവും സംവിധായകനും അഭിനേതാവുമായ ശ്രീ ലാൽ ജോസ്, ആദരണീയനായ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, അതേപോലെ ശ്രീ പമ്പാവാസൻ നായരുടെ ധർമ്മപത്നി ശ്രീമതി കല, വിഘ്നേഷ്, ഡോക്ടർ നമ്രത, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നത്തെ പ്രഭാതം നമ്മെ സംബന്ധിച്ച് സന്തോഷകരമാണ് എന്ന് മാത്രമല്ല, നാം എല്ലാവരും ഒരു ധന്യമായ, ശ്രേഷ്ഠമായ, മാതൃകാപരമായൊരു ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയും സ്വന്തം കഠിന അധ്വാനത്തിൽ സഹനത്തിൻ്റെയും തപസ്സിൻ്റെയും സമർപ്പണ ഭാവത്തോടും കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഗൾഫ് മേഖലയിൽ വാണിജ്യ വ്യാപാര രംഗത്ത് തൻ്റേതായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ശ്രീ പമ്പാവാസൻ നായർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, തനിക്ക് ജന്മം നൽകിയ, തന്നെ താനാക്കി മാറ്റിയ വന്ധ്യ മാതാവ് ചന്ദ്രമ്മയുടെയും പിതാവ് ശ്രീ മാധവൻ നായരുടെയും നാമധേയത്തിൽ രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പുതിയൊരു ചുവടുവെപ്പാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാവപ്പെട്ടവർക്കുള്ള ഗൃഹനിർമ്മാണ പദ്ധതി. ശ്രീ പമ്പാവാസൻ നായരും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും മക്കളും ഉൾപ്പെടുന്ന ഈ ട്രസ്റ്റ് മാതാപിതാക്കളുടെ സ്മരണാർത്ഥമാണ് സാധാരണക്കാർക്ക് ഒരു അന്തി ഉറങ്ങാനുള്ള കൂര ഒരുക്കുന്നത്. ഇത് ഞാൻ കാണുന്നത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു സന്ദേശം ഇക്കാര്യത്തിലുണ്ട്. ഒന്ന്, ഇപ്പം മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല, പക്ഷെ എന്നിട്ടും മാതാപിതാക്കളുടെ സ്മരണാർത്ഥമാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുള്ള ഒരു സമൂഹത്തിലാണ് തന്നെ വിട്ടുപോയിട്ടുള്ള മാതാപിതാക്കളെ സ്മരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ പമ്പാവാസൻ നായർ തയ്യാറാണ്. ഇത് വർത്തമാനകാല സമൂഹത്തിനുള്ള ഒരു നല്ലൊരു സന്ദേശമാണ്. രണ്ടാമത്തെ സന്ദേശം എന്താ? മാതാപിതാക്കളുടെ സ്മരണാർത്ഥം അന്തിയുറങ്ങാൻ പാവങ്ങൾക്കൊരു 50 കുടുംബത്തിന് കൂരയൊരുക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദയയുടെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണിത്. ഇന്ന് പലരും പറയുന്നു നന്മയും കാരുണ്യവും സ്നേഹവും ഒക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ ഈ കാരുണ്യവും സ്നേഹവും ദയയും സഹജീവി സ്നേഹവും എല്ലാം നാമാവശേഷം ചെയ്യുന്നു, നശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സമൂഹം വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെയൊന്നും, ഈ സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ നീരുറവ വറ്റി വരണ്ടിട്ടില്ല, ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ പരിപാടി, ഈ പദ്ധതി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഏതായാലും സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനം, അതിനുള്ള പ്രേരണ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നാണ് ലഭിച്ചത്. മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നാണ് ഈ നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ആ ഗുണം എനിക്ക് ലഭിച്ചത്, അതിൻ്റെ പ്രേരണ ലഭിച്ചത്, പ്രചോദനം ലഭിച്ചത് എന്നാണ്. ശരിയാ, നമുക്കെല്ലാ പ്രചോദനവും പ്രേരണയും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. പക്ഷെ ഒരു കാര്യം കൂടി നാം ഓർക്കണം,
നമ്മളിൽ നിന്നാണ് നമ്മുടെ പിൻതലമുറ, നമ്മുടെ മക്കൾ ഇതെല്ലാം ഉൾക്കൊള്ളേണ്ടത്. ശ്രീമതി തങ്കമ്മയുടെയും മാധവൻ നായരുടെയും ജീവിതം പമ്പാവാസൻ നായർക്ക് പ്രേരണയായിട്ടുണ്ടെങ്കിൽ പമ്പാവാസൻ നായരുടെ ജീവിതം ഡോക്ടർ നമ്രതക്കും വിഘ്നേശ്വരനും പ്രേരണയാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതും നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ ഇരിക്കുന്നവരൊക്കെ ഇവിടെയും അവിടെയുള്ളവരൊക്കെ രക്ഷിതാക്കളാണ്. നമ്മുടെ കുട്ടികളും നമ്മളെ കണ്ടാണ് വളരേണ്ടത്. നമ്മളവർക്ക് മാതൃകയായിട്ട് മാറണം. അപ്പോൾ ഏതായാലും അച്ഛനമ്മമാരുടെ സ്മരണ നിലനിർത്താൻ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനം 50 വീട്, അതിൽ 10 വീട് ഈ വർഷം, കഴിഞ്ഞൊരു ദശാബ്ദക്കാലമായിട്ട് വിവാഹ സഹായം, ചികിത്സാ സഹായം, പഠന സഹായം, നിരവധി സമാനതയില്ലാത്ത സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊരു പുതിയ ചുവടുവയ്പ്പാണ്. അപ്പോൾ സേവാ പ്രവർത്തനങ്ങളിലൂടെ മാതാപിതാക്കളെ സ്മരിക്കുക എന്നുള്ളത് മാതൃകയാണ്, ശ്ലാഘനീയമാണ്. സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഏകേ നാപി സുവൃക്ഷേണ പുഷ്പിതേന സുഗന്ധിനാം വാസ്യത്തെ വിപിനേ സർവം സ്വപുത്രേണ കൃതയുഗ. ഇതിനർത്ഥം, ഒരു കാട്ടിൽ ഒരു പൂമരം ആ കാട്ടിൽ മുഴുവൻ സുഗന്ധം പരത്തുന്നു. ഒരു കാട്ടിൽ ഒരു പൂമരം ആ കാട്ടിൽ മുഴുവൻ സുഗന്ധം പരത്താൻ സാധിക്കുന്നു. ഇതുപോലെ നന്മ നിറഞ്ഞ സന്താനങ്ങൾ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും യശസ് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. യെസ്, ഇവിടെ പമ്പാവാസൻ നായരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പൂമരങ്ങളായിട്ട്, ഇത്തരത്തിലുള്ള നന്മയുടെ പൂമരങ്ങളായിട്ട് നമുക്ക് സമൂഹത്തിൽ മാറാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു, ഈ ഭവന നിർമ്മാണത്തിലൂടെ അദ്ദേഹം തൻ്റെ കുടുംബധർമ്മം നിർവഹിച്ചു എന്നുള്ളതാണ്. ഇതോടൊപ്പം നമ്മുടെ ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്, പാരമ്പര്യമുണ്ട്. നമ്മുടെ സംസ്കൃതിയും നമ്മുടെ പാരമ്പര്യവും നമ്മെ പഠിപ്പിക്കുന്നത് ശതഹസ്തേന സമാഹാര സഹസ്രഹസ്തേന വികിര എന്നുള്ളതാണ്. ശതഹസ്തേന സമാഹാര, നിങ്ങൾ 1000 കൈകൾ കൊണ്ട് സമ്പാദിക്കൂ സമൂഹത്തിൽ നിന്ന്. എന്നിട്ട് 1000 ശതഹസ്തേന സമാഹാര, 100 കണക്കിന് കൈകൾ കൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ നിന്ന് സമ്പാദിക്കുക. എന്നിട്ടോ സഹസ്രഹസ്തേന വിഹിര, നിങ്ങൾ 1000 കൈകൾ കൊണ്ട് തിരിച്ചു കൊടുക്കണമെന്നാണ്. ഇതാണ് നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും നമ്മൾ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ നാം വാങ്ങുന്നത് അതിനേക്കാളേറെ അങ്ങ് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് നാം നേടുന്നതിൻ്റെ 1% സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കണമെന്നുള്ള ഈ നമ്മുടെ ഉദാത്തമായ ഉജ്ജ്വലമായ ഭാരതീയ സംസ്കൃതിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ CMN ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ശ്രീ പമ്പാവാസൻ നായർ ഇവിടെ നിർവഹിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാകവി കുമാരനാശാൻ എഴുതുകയുണ്ടായി, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അതായത് മറ്റുള്ളവരുടെ ജീവിതം ധന്യമാക്കുകയാണ് വിവേകികൾ ചെയ്യുന്നത് എന്നാണ്. കുമാരനാശാൻ്റെ ഗുരുവായ നമ്മുടെ കേരളീയ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അപരന്യ സുഖത്തിനായി വരേണം. യെസ്, ഇതാണ് ഈ ട്രസ്റ്റ്, ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ സാമൂഹ്യ ധർമ്മം. അപ്പോൾ ശ്രീ പമ്പാവാസൻ നായർ കുടുംബധർമ്മം നിർവഹിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ സാമൂഹ്യ ധർമ്മവും കൂടി നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഈ ആഗസ്റ്റ് 25-നൊരു പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അതുമാത്രമല്ല ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വരുന്ന തലമുറയ്ക്ക് പ്രചോദനം നൽകിയ ചട്ടമ്പി സ്വാമികളുടെ 171-ാം ജന്മദിനമാണ് ഈ ആഗസ്റ്റ് 25. തൻ്റെ വിശപ്പിനേക്കാൾ കൂടുതൽ അന്യൻ്റെ വിശപ്പിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ശുഭ്രവസ്ത്രധാരിയായിട്ടുള്ള ഋഷീശ്വരനായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ സവിശേഷത. അപ്പോൾ അയാൾ ചട്ടമ്പി സ്വാമിയുടെ ജീവിതത്തിൽ പറഞ്ഞ നെയ്യാറ്റിൻകരയിലെ ഒരു ആധാര എഴുത്തുകാരനായിരുന്നു ചട്ടമ്പി സ്വാമികൾ ഒരു കാലത്ത്. പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു വരുമാനം ഉണ്ടായിരുന്നു.
പക്ഷെ മറ്റ് എഴുത്തുകാർക്ക് അത്ര വലിയ വരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും തനിക്ക് കിട്ടിയ തുകയിൽ നിന്ന് ഒരു വലിയ തുക മാറ്റിവെച്ച് ഈ മറ്റ് സഹപ്രവർത്തകർക്ക് വീതം വെച്ച് കൊടുക്കുമായിരുന്നു ദിവസേന. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നമ്മുടെ ആധ്യാത്മിക ആചാര്യനാണ്, സാമൂഹ്യ നവോത്ഥാന നേതൃത്വം കൊടുത്ത ആളാണ്. ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ചട്ടമ്പി സ്വാമികൾ നേതൃത്വം കൊടുത്തു. ആ ഋഷീശ്വരൻ്റെ ജന്മദിനം കൂടിയായ ഇന്ന് ഈ CMN ട്രസ്റ്റ് ഇത്തരമൊരു ജീവകാരുണ്യ പ്രവർത്തനം ഇന്ന് സംഘടിപ്പിച്ചത് വളരെ ഔചിത്യത്തോടു കൂടിയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ എൻ്റെ ഇവിടെ ശ്രോതാക്കളോട് പറയുന്നു, ഞാനിവിടെ പറയുന്നത് ശ്രീ പമ്പാവാസൻ നായർക്ക് ഇവിടെ ഞാൻ രാഷ്ട്രീയക്കാരനാണ്. അതേപോലെ ശ്രീ ശശിയേട്ടൻ ഞങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്. അവരൊരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. അതൊരു മാമിക്കുട്ടി MLA, അയാൾ രാഷ്ട്രീയക്കാരനാണ്. അപ്പുറത്ത് രണ്ടാളും കലാസാഹിത്യ രംഗത്തെ ബഹുമുഖ പ്രതിഭകളാണ്. നിങ്ങൾക്കറിയാലോ, ലാൽ ജോസൊക്കെ കേരളത്തിനും മലയാളത്തിനും കൈരളിക്കും ഒരുപാട് സംഭാവന ചെയ്ത ഒരു പ്രഗത്ഭനാണ്. ഇപ്പുറത്തിരിക്കുന്ന ആളും അതിനേക്കാൾ വലിയ പണ്ഡിതനാണ്. പക്ഷേ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും 10 വോട്ട് കൂടുതൽ കിട്ടുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്രദ്ധ. സ്വാഭാവിക. പക്ഷെ പമ്പാവാസൻ നായർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. എന്നിട്ടും അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക, സേവന പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരുപക്ഷെ പമ്പാവാസൻ നായരുടെ അത്ര ഈ ധനം നമ്മുടെ കയ്യിലുണ്ടാവില്ല. പക്ഷേ ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച കണ്ടെത്തലുകൾ കൊണ്ട് ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്നത് നമുക്കറിയാം. എല്ലായിടത്തും നടക്കുന്ന അപ്പോൾ അറിയാം. പക്ഷേ തൻ്റെ അയൽപ്പക്കത്തുള്ള അയൽക്കാരൻ ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ അറിയുന്നില്ല. അവർ പട്ടിണിയാണോ, മരുന്ന് വേണോ, അസുഖമാണോ എന്ന് ഇന്ന് അറിയുന്നില്ല. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിൽ കാശുണ്ടോ എന്നുള്ളതല്ല, ഇത്തരം സഹജീവികളെ സഹായിക്കാനുള്ള വലിയ മനസ്സ് നമുക്കുണ്ടായാൽ സമൂഹത്തിൽ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. ഈ മനസ്സിനുള്ള പ്രേരണയും പ്രചോദനവുമാണ് ഈ CMN ട്രസ്റ്റിൻ്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനം നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് ശ്രീ പമ്പാവാസൻ നായർ നൽകുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക, ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഈശ്വര പൂജ നടത്തുന്നതാണ്. നാം ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ജൂതനായാലും പാർസിയായാലും നാം ഈശ്വര പൂജ നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് പറയുന്നത് മാനവ സേവനമാണ്. മാനവ സേവയാണ് ഏറ്റവും വലിയ മാധവ സേവ എന്ന് നാം മനസ്സിലാക്കണം. അത് മാനവ സേവയാണ് ഏറ്റവും വലിയ മാധവ സേവ. പരാശക്തിക്ക് നൽകുന്ന ആരതിയും അർച്ചനയുമാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനമെന്ന് സ്വയം ജീവിതത്തിലൂടെ ശ്രീ പമ്പാവാസൻ നായർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇനിയും ഒരുപാട് ആളുകളെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ. അതിന് സർവേശ്വരനായ ജഗദീശ്വരൻ അദ്ദേഹത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ശ്രീമതി കലയും അതുപോലെ തന്നെ നമ്രതയും വിഘ്നേഷും എല്ലാം ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് പ്രേരണയായിട്ട് മാറുന്നത്. ഈ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇനിയും സമൂഹത്തിന് താങ്ങും തണലുമായിട്ട് മാറട്ടെ. CMN ട്രസ്റ്റിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച എൻ്റെ എല്ലാ അമ്മമാർക്കും സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം എന്നെ ഈ ശ്രേഷ്ഠമായ ധന്യമായ ഈ ശ്ലാഘനീയമായ മാതൃകാപരമായ ചടങ്ങിന് ക്ഷണിച്ച എൻ്റെ കുടുംബ സുഹൃത്തും എൻ്റെ എല്ലാമായ സഹോദരൻ കൂടിയായ ശ്രീ പമ്പാവാസൻ നായരെയും അവരുടെ കുടുംബത്തെയും ട്രസ്റ്റിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.